ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തെല്ലാണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരിക ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എഴുന്നേറ്റ് വന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. വെള്ളം കുടിക്കുന്ന രാവിലെ നല്ലതാണല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാനും കുടിച്ചു. രാവിലത്തെ വെള്ളം കുടി കഴിഞ്ഞിട്ട് രാവിലെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനില്ല. കാരണം ഇന്നലെ അവന് പുറത്തായിരുന്നു. അവന് ഇന്നലെ പുറത്തുനിന്ന് വന്നത് കാരണം അവന് പൊറോട്ടയും പത്തിരിയും ഫിഷ് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, മോളെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാനുള്ള അവന്. അപ്പോൾ ആ പൊറോട്ടയും ബീഫുമാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഫിഷ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫിഷ് കറി ആയിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ച് സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്ന്. പൊറോട്ട കഴിച്ചാൽ പൊതുവെ എല്ലാവരും പറയുന്നത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, നനച്ചു കൊടുത്താൽ മതി എന്നൊക്കെയാണ് എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ പറയാറ്. അതൊരു കണക്കിന് സത്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ദാഹം. അതുകൊണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദാഹിച്ചു, ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോയി. ഒരുപാട് പണിയൊന്നും എടുക്കാനല്ല, മോക്ക് കുത്തിവെപ്പ് എടുത്തുകൊണ്ട് അവളെ കൂടെ തന്നെ ഇരിക്കണം. അവൾ ഭയങ്കര സങ്കടപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവളെ കൂടെ തന്നെ ഇരിക്കുന്നു. എനിക്ക് നല്ല മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്ന സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ അനിയൻ കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റും ഉണ്ടായിരുന്നു. ഞാനത് വെച്ച് എന്ത് ചെയ്തു, ലണ്ടൻ ചോക്ലേറ്റ് ലണ്ടൻ എന്നൊക്കെ വരുന്നത് ലണ്ടൻ ചോക്ലേറ്റ് വിത്ത് എന്താ പറയുക സ്ട്രോബെറി അതുണ്ടാക്കി അതൊരു ബൗളിട്ടാവും. പക്ഷേ എൻ്റെ അത് അത്രയുണ്ട് ക്രീമി ടെക്സ്ചർ അല്ല. ആ ക്രീമി ആണെങ്കിൽ പോലും കുറച്ച് ലൂസായിട്ടുള്ള ക്രീമി ആയിരുന്നു. ഞാൻ അതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിച്ചു. പക്ഷേ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞ് എന്താ പറയുക, ഈ ബൗൾ കഴിച്ച് കഴിയുമ്പോഴേക്ക് കുറേ സമയം പിടിക്കും. എന്നാലും ഞാനത് കഴിച്ച്. പക്ഷേ എനിക്കിഷ്ടമായിരുന്നു. എന്തോ ഇന്നലെ വല്ലാത്തൊരു കഴിക്കാനൊക്കെ ഉള്ളൊരു ക്രേവിങ് തോന്നിയിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു ക്രേവിങ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല, മധുരമൊന്നും കഴിക്കില്ല. ഞാൻ ഭയങ്കര ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് സ്കിപ്പാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെയും മോളെ അടുത്തേക്ക് പോയി. അവളിങ്ങനെ കുണു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവളെ ഭാഷയിൽ. എൻ്റെ ഭാഷയിൽ ഞാൻ അവളെ ഭാഷ പറഞ്ഞെന്നാട്ടോ. അപ്പോൾ അവളെ അടുത്തേക്ക് ചെന്ന് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത്, എനിക്കറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഇന്നലെ പത്തിരിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. ആ പത്തിരിയും മീൻകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ കുറച്ച് മീൻകറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പത്തിരി മീൻകറി ഞാൻ കഴിച്ചു. എനിക്ക് ഫുഡ് പൊതുവേ വേസ്റ്റ് ആക്കണ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ മാക്സിമം ഫുഡ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും ഞാനത് കഴിച്ച് തീർക്കും കേട്ടോ. കാരണം വേസ്റ്റിലേക്ക് കളയുമെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഫുഡ് കളയുന്നത് ഭയങ്കര സങ്കടമാണ്. അത് മാത്രം ഞാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ഞാൻ ആവി വെച്ച് ചൂടാക്കിയിട്ടൊക്കെയാണ് അത് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് കഴിക്കണത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എനിക്കിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഐസൊക്കെ മധുരം തിന്നാൻ ചില ദിവസങ്ങൾ അങ്ങനെയാണ്, മധുരം തിന്നാൻ ഭയങ്കര നിന്ന്. അപ്പോൾ ഞാൻ സൊമാറ്റോയിൽ മെമ്മറൈസിൽ കുറച്ച് ഐസൊക്കെ ഞാൻ ഓർഡറാക്കി കുറേ കാലമായി തിന്ന് എന്നല്ല വിചാരിക്കണതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നാറുണ്ട്. ഞാൻ അധിക ദിവസം നോമ്പ് പിടിക്കാറുണ്ട്. നോമ്പ് പിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, രാത്രി എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ ചിന്തകളാണ്. ഐസ് തിന്നാല അങ്ങനെ തിന്നാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് എന്നെ കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല, കൂടി തിന്നണ്ടല്ലോ വെച്ചിട്ട് കഴിയൂല. അപ്പോൾ ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടാണ്. അതായത് സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ് മെമ്മറൈസിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓനക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എല്ലാവരും ഫേവറേറ്റ് ഇത് ഓനക്കാണ് കേട്ടോ, എൻ്റെ കെട്ടിയോനാണ്. അപ്പോൾ പിന്നെ ഐസ് ഇങ്ങനെ സിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ അറിയില്ല, എനിക്ക് വേഗം കടിച്ച് തീർക്കണം, പെട്ടെന്ന് പണി തീർക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, പെട്ടെന്ന് ഞാൻ കടിച്ച് തിന്ന് തീർക്കും. ഞാൻ ഇങ്ങനെ സ്ലോലി തിന്നാറേ ഇല്ല. ഞാൻ എന്നും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എടുത്തതൊരു മാംഗോ ഞാൻ അടുത്തൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം മാംഗോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നാറ് ഇവർ ഐസൊക്കെ ഉണ്ടല്ലോ, ഇവർ ശരിക്കും ആ മറ്റേ എന്താ പറയുക സിറപ്പൊന്നും ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. കറക്റ്റാണ്, ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് കഴിക്കുമ്പോൾ തോന്നാറുള്ളത്. നല്ല ഒരു അടിപൊളിയാണ്. പിന്നെ വലിയ ബഡ്ജറ്റും ഇല്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐസുമാണ്, നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങുമ്പോൾ ഒരു 10-12 ഇതിൽ കുറഞ്ഞൊന്നും വാങ്ങാറില്ല. പിന്നെ കഴിച്ചത് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, വെൽവെറ്റ് ട്രഫിൾസ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിങ്ങനെ കഴിക്കാൻ എന്താ ടേസ്റ്റ്. ഇതിങ്ങനെ കഴിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുകൊണ്ടല്ല, അത് അലിഞ്ഞിക്കണ് കുറച്ച്, അതുകൊണ്ടായിട്ടാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം.
ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റില്ലേ, ഒരു കയ്പുള്ള ചോക്ലേറ്റ്, അത് കഴിക്കിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു ടെൻഡർ കോക്കനട്ടും കൂടി ആവാമെന്ന്. അങ്ങനെ ഒരു ടെൻഡർ കോക്കനട്ട് കൊടുത്ത് അത് ഫ്രിഡ്ജിലായിരുന്നു, അതുകൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് തിന്നണം. മറ്റേവനെ പോലെ ക്രീമി അല്ല, ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ അതിങ്ങനെ കടിച്ച് തിന്നപ്പോഴേക്കും മോൾ അവിടുന്ന് പി എന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാനിങ്ങനെ ഐസ് ഇരിക്കുകയാണ്, ഒരു കൂസലില്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ അപ്പോൾ പോത് തീർത്തിട്ട് അങ്ങനെ അതും തിന്ന് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐസൊക്കെ തിന്ന് മധുരമൊക്കെ തിന്നതല്ലേ, വായിക്കുമ്പോൾ വെള്ളത്തിന് ഭയങ്കര ദാഹം. കുറച്ച് വെള്ളം കൂടിയും കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് കുടിച്ചു. ടോപ്പൊന്നും തുറക്കാൻ കിട്ടുന്നില്ല, വലിയൊരു ബോട്ടിലാണ് 2 ലിറ്ററിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവളെ അടുത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റിൽ പുട്ട്, പിന്നെ ഇന്നലക്കത്തെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ പുട്ടയ്ക്ക് ബീഫായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ, ഉണ്ടാക്കിയില്ലെന്നത്. അതും കൂടി കൂട്ടി കഴിച്ചു. ബൈ.